തീർന്നില്ല. മറ്റേ തുടർ നാടകത്തിൻ്റെ പുതിയ രംഗം വരുന്നു. CPM തുടക്കത്തിൽ കെ ടി ജലീലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് സംരക്ഷിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കഥയുണ്ട് എന്നുവരെ മുൻരംഗത്തിൽ പറഞ്ഞു വെച്ചതാണല്ലോ. അതൊക്കെ ഓർമ്മയുണ്ട്. മന്ത്രി ശ്രീ കെ ടി ജലീൽ തൻ്റെ ബന്ധു നിയമനത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ കണ്ട സമയത്ത് IKM-ൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ നിയമനങ്ങളെ സംബന്ധിച്ച് കെ ടി ജലീലിനുള്ള അറിവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ തുടർന്നാണ് കോടിയേരി ബാലകൃഷ്ണനും CPM-ഉം കെ ടി ജലീലിന് സംരക്ഷണം ഏർപ്പെടുത്തിയത് എന്നും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് ഉന്നയിക്കുകയും അതിനെ സാധൂകരിക്കുന്ന ഡോക്യുമെൻസുകൾ മാധ്യമപ്രവർത്തകർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതൊക്കെ ശരി. കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരൻ്റെ പുത്രനെ നിയമിച്ചു എന്ന് നിങ്ങൾ ആരോപിച്ചു. അതിന് കോലിയക്കോട് മറുപടിയും പറഞ്ഞു. സഹോദരൻ്റെ പുത്രനുണ്ട്, അവനെനിക്കറിയാം. അവൻ്റെ നിയമനവുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഗവൺമെൻറ്റുമായിട്ടോ പാർട്ടിയുമായിട്ടോ അവൻ ഇടപെട്ടതായിട്ടോ എനിക്കറിഞ്ഞൂടാ. ജലീലിൻ്റെ നിയമനത്തെപ്പറ്റി ജലീൽ മറുപടി പറഞ്ഞു, ഇവർ ആരോപണം ഉന്നയിച്ചു, മറുപടി പറഞ്ഞു. അതല്ലാതെ പിന്നെ എനിക്കതിനകത്ത് ബന്ധം, അതുമായിട്ട് ഇത് കൂട്ടിക്കുറയ്ക്കുക എനിക്കറിയില്ല. എനിക്കെൻ്റെ സഹോദരൻ്റെ പുത്രൻ ഒരുത്തനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ 2 സഹോദരന്മാർക്ക് രണ്ടുപേർക്കും ഓരോരോ ആൺകുട്ടികളുണ്ട്. 2 പേരെയും എനിക്കറിയാം. അല്ല, അതിനപ്പുറം ഇവർക്ക് ജോലി കിട്ടിയതോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, കൊടുത്തതായിട്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഈ പറഞ്ഞ കണക്കിൽ എനിക്കൊരു ബന്ധവുമില്ല. ഇത്രയും കഥ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. പുതിയ രേഖ വല്ലതുമുണ്ടോ? രേഖ തളിപ്പറമ്പ് MLA ആയ ജെയിംസ് മാത്യു അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെറ്റർ പേഡിൽ 5/12/2018 മന്ത്രി AC മൊയ്തീന് സമർപ്പിച്ച പരാതിയുടെ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് IKM-ൽ നടക്കുന്ന ക്രമവിരുദ്ധമായ നിയമനങ്ങളെ സംബന്ധിച്ചും സുതാര്യതയില്ലാത്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം പരാതിയായി മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന്, ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്തുകയും 1 ലക്ഷം രൂപയും 10% ഇൻക്രിമെൻറ്റും അടക്കം വൻ തുക നൽകി ദീർഘകാല അടിസ്ഥാനത്തിൽ നിയമനം നൽകി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ആരുന്നയിച്ച ആക്ഷേപം? ഒന്നുകൂടി പറഞ്ഞേ, ആരുന്നയിച്ച ആക്ഷേപം? CPM-ൻ്റെ MLA, കോൺഗ്രസ് MLA അല്ല, ലീഗ് MLA അല്ല, അസൽ CPM-കാരനായ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ മന്ത്രിക്ക് പരാതി ആയി സമർപ്പിച്ചു 5/12/2018. അത് കറക്റ്റാണ്. ജെയിംസ് മാത്യു അസൽ CPM-കാരനാണ്. പക്ഷേ അദ്ദേഹം മറ്റൊരു അസലായ കോലിയക്കോടിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമോ? കോലിയക്കോടിൻ്റെ സഹോദരപുത്രന് നിയമത്തിനെതിരായി. കോലിയക്കോടിൻ്റെ സഹോദരപുത്രനും ദാമോദരൻ നായരുടെ മകനുമായ DS നീലകണ്ഠന നിയമനത്തിനെതിരായി CPM-ൻ്റെ MLA ജെയിംസ് മാത്യു നൽകിയ പരാതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മനസ്സിലായി. അതിനിപ്പം എന്ത് വേണം? അത് പറ. അതുകൊണ്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന് 3 കാര്യത്തിന് മറുപടി പറയണം. ഒന്ന്, ഈ നിയമനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഈ നിയമനങ്ങളിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയണം. ഭാഗ്യം. ഇടപെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് പങ്കില്ല എങ്കിൽ, അത് ജനങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ
CPM MLA നൽകിയ പരാതി പ്രകാരം DS നീലകണ്ഠനെ പിരിച്ചുവിടണമെന്ന് മന്ത്രി AC മൊയ്തീനോട് അദ്ദേഹം ആവശ്യപ്പെടുമോ? ജലീലിൻ്റെ ബന്ധുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നീലകണ്ഠൻ്റെ ആത്മാഭിമാനം ഉണർന്ന് അദ്ദേഹം രാജിവെച്ചാലും മതി. ശരി, അടുത്തത്. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ അനധികൃത നിയമനം നടത്തിയ ആളുകൾ ഉണ്ടാവുമല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ ഇതിനകത്ത് പങ്കില്ല. നേരത്തെ ഉള്ള പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഘവൻ ഇതിനകത്ത് പങ്കില്ല. മറ്റാർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടാകുമല്ലോ. ആ പങ്കുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി AC മൊയ്തീനോട് അദ്ദേഹം ആവശ്യപ്പെടുമോ? അങ്ങനെ 3 ചോദ്യങ്ങളാണ് പുതിയ രംഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയേണ്ടതുണ്ട്. ഉണ്ട് എന്ന് തന്നെയാണ് പൊളിമിക്സിൻ്റെയും അഭിപ്രായം. അതിനാൽ ഈ നാടകത്തിൻ്റെ ഈ രംഗത്തിൽ പൊളിമിക്സ് ഫിറോസിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിന്മാറുകയാണ്. നന്ദി, നമസ്കാരം.